കറുത്ത കാക്കയും അതിന്റെ ഭാര്യയായ മൈനയും ഭയങ്കര പ്രശ്നമാട്ടോ ഇവിടെ. ഫലസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ. അവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടുമില്ല, മറ്റുള്ളവരുടെ സുഖമായിട്ട് ജീവിക്കാനും സമ്മതിക്കത്തില്ല. ഭയങ്കര കുരുത്തക്കേടാണ് അവര്. അതെ അതെ, അത് ശരിയാ നിങ്ങൾ പറഞ്ഞത്. തണുപ്പൊക്കെ കൂടി വരികയല്ലേ, അവര് പെടാൻ പോണ സമയം എന്താ വരുന്നതേ ഉള്ളൂ. നമുക്കാണെങ്കിൽ വീടെങ്കിലും ഉണ്ട്, അവർക്ക് വീട് വല്ലതും ഉണ്ടോ അതും ഇല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, തണുപ്പ് കൊണ്ട് അവര് ചാവാൻ പോവാ. ഈ കഥ സുന്ദർവൻ കാട്ടിലെയാണ്. ഇവിടെ നല്ല തണുപ്പ് കാലം തുടങ്ങി. ഇപ്രാവശ്യത്തെ തണുപ്പ് അങ്ങേയറ്റമായിരുന്നു. എല്ലാ പക്ഷികളും സ്വന്തം വീടുണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. കാട്ടിലെ കറുത്ത കാക്കയും അവന്റെ ഭാര്യയായ മൈനയും സ്വന്തമായിട്ടെന്ന് നന്നായിട്ട് ജീവിക്കുമോ അതുമില്ല, മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കാനും സമ്മതിക്കില്ല. കാട്ടിലെ എത്രയോ പക്ഷികൾ സ്വന്തം വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ എന്തൊക്കെയോ കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവര്. എന്തിനെന്ന് വെച്ചാ വീട് അവര് പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടി. ഒരു ദിവസം ടോണിക്കിളി സ്വന്തം വീടുണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അപ്പോഴേക്കും കറുത്ത കാക്കയും അവന്റെ ഭാര്യയും കൂടി ആ വീടിന്റെ അകത്തുണ്ടായിരുന്ന കോലും എല്ലാം എടുത്തു കളഞ്ഞു. കറുത്ത ചേട്ടാ, മൈന ചേച്ചി, എന്തിനാ എന്റെ വീട് നശിപ്പിച്ചത്? കാട്ടിലാണെങ്കിൽ തണുപ്പ് കൂടി വരുക, നിങ്ങൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. എന്നെ നശിപ്പിച്ചു നിങ്ങള്. ഞാൻ എന്റെ വീട് ഇനിയും ഉണ്ടാക്കിക്കോളാം, പക്ഷെ നിങ്ങൾ ആ സമയം കൊണ്ട് നിങ്ങൾക്കൊരു വീടുണ്ടാക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ ആ സമയത്ത് പെട്ടുപോകും. എന്തെങ്കിലും ആവട്ടെ, പ്രശ്നം വന്നാൽ ഞങ്ങള് നോക്കിക്കോളാം. നീ ഞങ്ങളുടെ കാര്യം ഓർത്ത് ഇത്ര ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നീ നിന്റെ വീട് വീണ്ടും ഉണ്ടാക്കാൻ നോക്ക് കേട്ടോ. അവളുടെ ഒരു ഉപദേശം. ടോണിക്കിളി വീണ്ടും അവളുടെ വീടുണ്ടാക്കണ ശ്രമത്തിലായി. കാലുകാക്കയും ഭാര്യയും ആ സ്ഥലത്തുനിന്ന് അങ്ങ് പറന്നുപോയി. അടുത്ത ദിവസം രാവിലെ കുറച്ച് കിളികൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കറുത്ത കാക്കയും അതിന്റെ ഭാര്യയായ മൈനയും ഭയങ്കര പ്രശ്നമാട്ടോ ഇവിടെ. ഫലസമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ. അവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടുമില്ല, മറ്റുള്ളവരുടെ സുഖമായിട്ട് ജീവിക്കാനും സമ്മതിക്കത്തില്ല. ഭയങ്കര കുരുത്തക്കേടാണ് അവര്. അതെ അതെ, അത് ശരിയാ നിങ്ങൾ പറഞ്ഞത്. തണുപ്പൊക്കെ കൂടി വരികയല്ലേ, അവര് പെടാൻ പോണ സമയം എന്താ വരുന്നതേ ഉള്ളൂ. നമുക്കാണെങ്കിൽ വീടെങ്കിലും ഉണ്ട്, അവർക്ക് വീട് വല്ലതും ഉണ്ടോ അതും ഇല്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, തണുപ്പ് കൊണ്ട് അവര് ചാവാൻ പോവാ. അതെ, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. നമ്മളിനി ആഹാരമൊക്കെ തപ്പി പിടിച്ചു വെക്കേണ്ട സമയമാണ്. തണുപ്പാണെങ്കിൽ കൂടി വരിക, നമുക്ക് പറക്കാനും പിന്നെ പറ്റത്തില്ല. നമുക്ക് നാളെ 3 പേർക്കും കൂടെ വേറെ കാട്ടിലോട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് കുറെ ഫലങ്ങളും കൊണ്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത ദിവസം അങ്ങനെ എല്ലാ പക്ഷികളും വേറെ കാട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഒരുപാട് ഫലങ്ങളും കൊണ്ട് തിരിച്ചു വരികയാണ്. കറുത്ത കാക്കയ്ക്കാണെങ്കിൽ ഈ കാര്യം പിടികിട്ടി. അപ്പോഴേക്കും അവൻ അവന്റെ ഭാര്യ അടുത്ത് പോയി പറഞ്ഞു, ഇനി നമുക്ക് ഭക്ഷണത്തിലുള്ള വഴി കൂടി കണ്ടുപിടിക്കണം. നമുക്ക് തണുപ്പിൽ പറക്കാൻ കഴിയില്ല. ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ ഈ പക്ഷികളുടെ കൂടെ ഞാൻ നല്ല കൂട്ടായാലേ, നിങ്ങൾക്ക് പതുക്കെ ആ കൂട്ടിൽ നിന്നും നിങ്ങൾക്ക് ഫലങ്ങൾ മോഷ്ടിച്ചോണ്ട് വരാലോ. ഇത് നല്ല വഴിയാണ്. നമുക്ക് കഷ്ടപ്പെടണ്ടല്ലോ, മാത്രമല്ല ഭക്ഷണം കഴിക്കാനും സാധിക്കും. അടുത്ത ദിവസം മൈന എല്ലാവരുടെയും വീട്ടിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് എല്ലാവരോടും മാപ്പ് പറയും. ടോണി, നീ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ നിന്റെ വീട് നശിപ്പിച്ചില്ലേ, ഇനി ഞങ്ങൾ അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യില്ല. ഞങ്ങളോട് ക്ഷമിക്കണേ. ഓഹോഹോ, പെട്ടെന്ന് എന്തു പറ്റി മൈനയ്ക്ക്? കുറ്റബോധം വന്നല്ലോ. ഇനി നിന്റെ ഉദ്ദേശം എന്താ? പറ. നീ ഈ കാണുന്ന പോലെ അത്ര പാവല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പറ, നിനക്ക് ഇനി എന്താ വേണ്ടത്? അയ്യോ, എനിക്കൊന്നും വേണ്ട. എന്നോട് നീ ക്ഷമിച്ചാ മാത്രം മതി, അത്രേ വേണ്ടുള്ളൂ. ശരി, ഒരു തെറ്റെന്തായാലും ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും തെറ്റിയതാ ഞാൻ ക്ഷമിക്കൂല കേട്ടോ. ഇനി നീ എങ്ങനെ ചെറിയ തെറ്റ് പോലും ചെയ്താ നിനക്കിതിന്റെ പണി നന്നായിട്ട് കിട്ടും, അത് മറക്കണ്ട. കാട്ടിലെ തണുപ്പാണെങ്കിൽ കൂടി വരുമായിരുന്നു. മൈനയാണെങ്കിൽ എല്ലാ പക്ഷികളെയും പതുക്കെ അവളുടെ കയ്യിലാക്കിക്കൊണ്ടിരുന്നു. എന്നും അവൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് സംസാരം തുടങ്ങി. അപ്പുറത്താണെങ്കിൽ കറുത്ത കാക്കയാണെങ്കിൽ എന്ത് ചെയ്തു, ഓരോ വീട്ടിലെ ഭക്ഷണങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ലൂസി വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നു അന്ന്. കറുത്ത കാക്കയാണെ പതുക്കെ അവളുടെ വീട്ടിലോട്ട് കയറി ഭക്ഷണം മോഷ്ടിക്കാൻ അവൻ പതുക്കെ തുടങ്ങി. മോഷ്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കയ്യിൽ നിന്നും പാത്രം അങ്ങ് താഴെ പോയി. ലൂസി പെട്ടെന്ന് എണീറ്റു. ലൂസി നോക്കിയപ്പോൾ അവന്റെ കയ്യിലൊരു ബാഗ്, അതിലാണെങ്കിൽ നിറയെ ഭക്ഷണവും ഉണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുവാ? നീയും നിന്റെ ഭാര്യയും കൂടെ ഈ വൃത്തിയിട്ട പണി നിർത്താറായിട്ടില്ലേ? എന്തിനാ അവള് പിന്നെ ഞങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചത്? അവള് ഇവിടെ വന്ന് ക്ഷമയൊക്കെ ചോദിക്കും, നീ അതിന്റെ പുറകിൽ വന്ന് ഭക്ഷണം മോഷ്ടിച്ചോണ്ട് പോവും. സൗജന്യമായിട്ട് നിങ്ങൾക്ക് തിന്നണം. അങ്ങനെയൊന്നുമില്ല.
നിങ്ങളുടെ ഭക്ഷണം താഴെ പോയപ്പോൾ ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഇന്നാ ഈ ഭക്ഷണം എടുത്തോളൂ. എന്നോട് ക്ഷമിക്കൂ, തെറ്റു പറ്റിപ്പോയി. ലൂസി ഈ കാര്യം എല്ലാ പക്ഷികളോടും പോയി പറഞ്ഞു. അതുപോലെ ഓരോരോ പക്ഷികളും ആ മൈനേനെ പുറത്താക്കി ഓരോ വീട്ടിൽ നിന്നും. അവരോടാണെങ്കിൽ ആരും ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. ആർക്കും അവരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു. ഒരു ദിവസം ഭയങ്കര തണുപ്പ് കൂടി. ഓരോരോ പക്ഷികൾ അവരവരുടെ വീട്ടിലോട്ട് പോയി. കറുത്ത കാക്കയും മൈനയും തണുപ്പ് കാരണം ഒരു കമ്പിന്റെ മേളിലിരുന്ന് വിറവിറാന്ന് വിറച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ, നമുക്ക് വളരെ വലിയ തെറ്റ് പറ്റിപ്പോയി. നമ്മൾ വീടും വെച്ചില്ല, എന്നിട്ട് ഈ തണുപ്പത്ത് ഇങ്ങനെ വിറയ്ക്കുകയും ചെയ്യുന്നു. എല്ലാ പക്ഷികളും സുരക്ഷിതരായി അവരവരുടെ വീട്ടിൽ കഴിയുന്നു. ആ, അതെ, നിങ്ങൾ സത്യമായി പറയുന്നത്. എനിക്കാണേ വിറച്ചിട്ടും വയ്യ. നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? തണുപ്പ് കൂടി വന്നപ്പോൾ മൈനയുടെ അസുഖം കൂടി വന്നു. അത് കൂടാണ്ട് അവിടെ മഞ്ഞുകട്ട വീഴാൻ തുടങ്ങി. അത് കാരണം അവിടെ ഭയങ്കര തണുപ്പ് തുടങ്ങി. മൈനയാണെങ്കിൽ അസുഖം കാരണം അങ്ങ് വീണു. കറുത്ത കാക്ക എല്ലാവരുടെ വീട്ടിൽ പോയിട്ടും സഹായം ചോദിക്കാൻ തുടങ്ങി. പക്ഷെ ആരും അവനെ സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവൻ തളർന്ന് ടോണി കിളിയുടെ അടുത്തെത്തിയിരുന്നു. ടോണി, എന്റെ പത്നിക്ക് ഈ കൊടും തണുപ്പിൽ അസുഖം പിടിപെട്ടിരിക്കുന്നു. അവളെ സഹായിക്കൂ, അവൾക്കൊന്നും പറ്റരുത്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലായിരുന്നോ കുറച്ച് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കി വെക്കാൻ? നിങ്ങൾ ആ സമയത്ത് എന്റെ കാര്യം പോലും കേട്ടില്ല. നിങ്ങൾ ശരിക്കും കള്ളന്മാരാ. ആർക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ സത്യാണോ ഇല്ലയോന്ന്? ഇറങ്ങിപ്പൊക്കോ ഇവിടുന്ന്. കറുത്ത കാക്ക കരയാൻ തുടങ്ങി. കൈകൂപ്പി അവൻ ടോണിയോട് പറഞ്ഞു, ഇന്നുവരെ ഞാനും എന്റെ പത്നിയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സഹായം വളരെ ആവശ്യമാണ്. പ്ലീസ്, ഞങ്ങളെ സഹായിക്കൂ. ടോണി കിളി കറുത്ത കാക്കയുടെ കണ്ണീര് കണ്ടങ്ങ് വീണുപോയി. അങ്ങനെ മൈനേനെയും കറുത്ത കാക്കേനെയും വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചു. അതുകൂടാണ്ട് രാത്രി മുഴുവനും മൈനേനെ നോക്കി ഇരുന്നു ടോണിക്കിളി. അവളുടെ തലയിൽ തണുത്ത ഒരു തുണി വെച്ച് കെട്ടി. അങ്ങനെ മൈനയുടെ അസുഖം കുറഞ്ഞു വന്നു. അടുത്ത ദിവസം രാവിലെ മൈന എണീറ്റപ്പോഴേക്കും അവൾ ടോണിക്കിളിയോട് പറഞ്ഞു, ടോണി, നീ എന്ത് നല്ല ഒരാളാണ്. ഞാൻ നിന്നെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും നീ എന്നെ സഹായിച്ചില്ലേ? ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല. ആ ഒരു രാത്രി കഴിഞ്ഞതോടെ കറുത്ത കാക്കയും മൈനയും നന്നാവാൻ തുടങ്ങി. അതുകൂടാണ്ട് മൈനയും ടോണിക്കിളിയും നല്ല കൂട്ടുകാരുമായി. കറുത്ത കാക്കയും മൈനയും കൂടെ അവർക്ക് വേണ്ടി ഒരു സുന്ദരമായ ഒരു വീട് തന്നെ ഉണ്ടാക്കി. അതുകൂടാണ്ട് ബാക്കിയുള്ള പക്ഷികളും അവരുടെ കൂടെ സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ തുടങ്ങി. ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾ സമയം പാഴാക്കാൻ പാടില്ല എന്ന്. ഇല്ലെങ്കിൽ സമയം നമ്മളെ അതിന്റെ വില പഠിപ്പിക്കുകയും ചെയ്യും. മാവേ, ഞങ്ങൾ നിന്നെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. ഇതിനു പകരമായി നിങ്ങൾ ഞങ്ങൾക്ക് ഈ സമ്മാനമാണോ തരുന്നത്? ഇതെന്റെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്. ഇനി ഞങ്ങൾ നിന്റെ ഒരു മാമ്പഴവും കഴിക്കില്ല. ആരും ഇനി മുതൽ നിന്നോട് മിണ്ടത്തുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഒരു കാട്ടിൽ പക്ഷികളും മൃഗങ്ങളും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കഴിഞ്ഞിരുന്നു. കാട് വളരെ സുന്ദരമായിരുന്നു. ഈ കാട്ടിൽ ഒരു മാവുണ്ടായിരുന്നു. അതിൽ കുറെ മധുരമുള്ള മാമ്പഴങ്ങളും ഉണ്ടായിരുന്നു. ഈ മാമ്പഴങ്ങൾ എല്ലാ മൃഗങ്ങളും വളരെ ആസ്വദിച്ച് കഴിച്ചിരുന്നു. ഈ കാരണത്താൽ ഈ മാവിനെക്കുറിച്ച് കാട്ടിൽ മുഴുവൻ പ്രസിദ്ധിയായിരുന്നു. പക്ഷെ ഗോൾഡ് പരുന്തിന് ഈ മാവിനോട് അസൂയയായിരുന്നു. പണ്ട് എല്ലാ മൃഗങ്ങളും ഞങ്ങളുടെ കാട്ടിലാ വന്നിരുന്നത്. ഓരോ പഴത്തിനും പകരമായി നമുക്കും തിരിച്ച് എന്തെങ്കിലും സാധനം തരുമായിരുന്നു. പക്ഷെ ഈ മരം എല്ലാവർക്കും ഫ്രീ ആയിട്ടാ മാമ്പഴം നൽകുന്നത്. ഇത് കാരണം ഞാനിപ്പോൾ ദരിദ്രനായി. ഒരു വൈകുന്നേരം വളരെ ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. സോനുപ്രാവ് ആ സമയം മരത്തിന്റെ അടുത്തുകൂടി പോവുകയായിരുന്നു. കൊടുങ്കാറ്റ് വരുന്നത് കണ്ട് അവൾ മരത്തിന്റെ താഴെ ഇരുന്നു. ആ സമയം ഗോൾഡി പരുന്ത് അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആഹാ, ഇപ്പോഴല്ലേ രസം. അവൻ ഒരു കല്ലുയർത്തി മരത്തിന്റെ കൊമ്പിലേക്കിട്ടു. അപ്പോൾ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു. പിന്നെ സോനുപ്രാവിന്റെ ദേഹത്ത് വീണു. അങ്ങനെ സോനുപ്രാവ് അപ്പോൾ തന്നെ അവിടെ വെച്ച് മരിച്ചു. കൊടുങ്കാറ്റ് ശമിച്ചപ്പോൾ എല്ലാ പക്ഷികളും മൃഗങ്ങളും അവിടെ കൂട്ടം കൂടി. മാവേ, ഞങ്ങൾ നിന്നെ വല്ലാതെ ബഹുമാനിച്ചിരുന്നു. ഇതിനു പകരമായി നിങ്ങൾ ഞങ്ങൾക്ക് ഈ സമ്മാനമാണോ തരുന്നത്? ഇതെന്റെ തെറ്റുകൊണ്ടല്ല സംഭവിച്ചത്. ശക്തമായ കാറ്റായിരുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൊമ്പ് ശ്രദ്ധിക്കണമായിരുന്നു. നിങ്ങളുടെ തെറ്റുകൊണ്ട് തന്നെയാ ഞങ്ങളുടെ സോനുപ്രാവ് മരിച്ചത്.
ഇനി ഞങ്ങൾ നിന്റെ ഒരു മാമ്പഴവും കഴിക്കില്ല. ആരും ഇനി മുതൽ നിന്നോട് മിണ്ടത്തുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. എല്ലാവരും അവിടെ നിന്നും പോയി. അതിനുശേഷം പാവം മരം തികച്ചും ഒറ്റപ്പെട്ടു. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. ഈ കാട്ടിൽ മീനുപക്ഷിയും താമസിച്ചിരുന്നു. അവളുടെ കൂടെ 3 കുട്ടികളും ഉണ്ടായിരുന്നു. മക്കളെ, നിങ്ങൾ എവിടെയും പോകരുത്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം തിരയാൻ പോവുകയാണ്. ഞാൻ തിരിച്ചു വരാൻ വൈകുന്നേരമാകും. അമ്മേ, എല്ലാ പക്ഷികളും വെറും 1 മണിക്കൂർ കൊണ്ട് പഴങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി പഴം കൊണ്ടുവരാൻ അമ്മ എന്താ ഇത്രയും സമയം എടുക്കുന്നത്? മക്കളെ, നമ്മുടെ കാട്ടിൽ മാങ്ങയൊഴിച്ച് വേറെ ഒരു പഴത്തിന്റെ മരവുമില്ല. പക്ഷെ നമുക്കതിൽ നിന്ന് മാമ്പഴം എടുക്കാൻ പറ്റില്ല. കാട്ടിലുള്ള മറ്റു പക്ഷികളും മൃഗങ്ങളും ഗോൾഡി പരുന്തിന്റെ അടുത്തു നിന്നാണ് പഴങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നത്. പക്ഷേ എന്റെ അടുത്ത് അവന് കൊടുക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു കാട്ടിൽ പോയി നിങ്ങൾക്ക് എല്ലാവർക്കും പഴം കൊണ്ടുവന്ന് തരാം. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സമയം എടുക്കുന്നത്. ശരി അമ്മേ, വേഗം വരണേ. മീനുപക്ഷി പോയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അവളെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അവൾ വരുന്നതിന് മുൻപേ തന്നെ കാലാവസ്ഥ മാറി. ശക്തിയായ മഴ തുടങ്ങി. അയ്യോ, ഇതെന്താണ്? അമ്മ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഞങ്ങളെ അമ്മയെ കാത്തോളണേ. അപ്പോൾ അവിടെ ഗോൾഡി പരുന്ത് വന്നു. മീനുപക്ഷി, എവിടെയാ ഈ മീനുപക്ഷി? അവനെ കണ്ട് കുട്ടികളെല്ലാം പേടിച്ചു വിറച്ചു. അതിനടുത്തുള്ള പക്ഷികളെല്ലാം അവിടെ കൂട്ടം കൂടി. എന്താ ഗോൾഡ് പരുന്തേ, എന്തിനാണ് കുട്ടികളെ ഭയപ്പെടുത്തുന്നത്? അപ്പോൾ മീനുപക്ഷി അവിടെ എത്തിച്ചേർന്നു. അവളുടെ കൊക്കിൽ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. ഇതാ എന്റെ മക്കളെ, ഞാൻ വന്നു. അപ്പോഴാണ് അവൾ മറ്റു പക്ഷികളെ കണ്ടത്. ഗോൾഡി പരുന്തേ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെ എന്റെ വീട്ടിൽ എന്തിനാണ് കൂട്ടം കൂടിയിരിക്കുന്നത്? ഇപ്പോൾ ഇവളുടെ കള്ളം കണ്ടുപിടിച്ചില്ലേ? എങ്ങനെയാണ് ഇത്ര നിഷ്കളങ്കമായി നടക്കുന്നത്? ഇവൾ ദിവസവും എന്റെ തോട്ടത്തിൽ നിന്നാ പഴങ്ങൾ കട്ടുകൊണ്ടുവരുന്നത്. പിന്നെ അത് സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നു. അയ്യോ, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ട് മറ്റൊരു കാട്ടിൽ നിന്ന് എന്റെ മക്കൾക്ക് വേണ്ടി പഴങ്ങൾ തിരഞ്ഞു കൊണ്ടുവന്നതാണ്. മീനു, ഇത് നല്ല കാര്യമല്ല. നീ ഗോൾഡ് പരുന്തിന്റെ തോട്ടത്തിൽ നിന്ന് പഴങ്ങൾ മോഷ്ടിച്ച് നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നു. ഇവളുടെ കയ്യിൽ എനിക്ക് തരാനായി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇവൾ പറയുന്നു ദൂരെയുള്ള കാട്ടിൽ നിന്നാ പഴങ്ങൾ കൊണ്ടുവരുന്നതെന്ന്. തർക്കം ഒരുപാട് നേരം നീണ്ടുനിന്നു. പക്ഷെ മീനുവിന് താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. മീനു, ഇത് നമ്മുടെ കാടിന് ഒരിക്കലും നല്ലതല്ല. നീ ഇപ്പോൾ തന്നെ പരുന്തിന്റെ പഴങ്ങളുടെ വില കൊടുക്കണം, അല്ലെങ്കിൽ അത് മോശമാണ്. ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ എന്താ? ഈ വീടില്ലേ? എത്ര ദിവസമായി നീ പഴങ്ങൾ കട്ടുകൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇത്രയെങ്കിലും തരണം. ഈ വീട് എനിക്ക് തന്നാ മതി. അങ്ങനെ പറയരുത്. ഈ വീട് ഞാൻ നിനക്ക് തന്നാൽ ഞാനും എന്റെ മക്കളും എവിടെ പോവും? പിന്നെ നല്ല ശക്തിയായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. മീനു, നിനക്ക് ഈ വീട് വിട്ട് പോകേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ പരുന്തിനോട് ചെയ്യുന്നത് അന്യായമായിരിക്കും, കടുത്ത അന്യായം. പക്ഷികളെല്ലാം ഒരുമിച്ച് അവളെ വീട്ടിൽ നിന്നും ഒഴിപ്പിച്ചു. പരുന്തിന് വളരെ സന്തോഷമായി. വരൂ മക്കളെ, മഴ കനക്കുന്നുണ്ട്. നമുക്ക് സ്വന്തമായി ഒരു വീട് തേടണം. ശക്തമായ മഴയുണ്ടായിരുന്നു. പാവമീനു തന്റെ 3 മക്കളുടെ കൂടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പറക്കുകയായിരുന്നു. നനഞ്ഞ ചിറകുകളുമായി പറക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവളുടെ മനസ്സിന്റെ വേവലാതി അവർക്ക് പറക്കാനുള്ള ധൈര്യം കൊടുത്തു. പക്ഷേ കുട്ടികൾ എത്ര ദൂരം പറക്കും? അമ്മേ, ഞങ്ങൾക്ക് പറക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ധൈര്യശാലിയായ അമ്മയുടെ മക്കളാണ്. ഇങ്ങനെ തളരാൻ പാടില്ല. പിന്നെ പറക്കാനുള്ള ശ്രമം നടത്തൂ. കുട്ടികൾ വളരെ വേഗം കൂട്ടി. പക്ഷെ കാറ്റ് അവരെ പിറകോട്ട് വലിച്ചുകൊണ്ട് പോയി. മക്കളെ, 3 മക്കളും മാവിന്റെ അടിയിൽ വന്നു വീണു. അവിടെ അവർക്ക് കാറ്റടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിനടുത്തൊന്നും വെള്ളവും ഉണ്ടായിരുന്നില്ല. മീനുപക്ഷിയും അവിടെ എത്തി. അല്ല മീനുപക്ഷി, നീ ഇത്രയും മഴയത്ത് കുട്ടികളോടൊപ്പം എവിടേക്കാ പോകുന്നത്? നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ? ആ മാവേ, ഞാൻ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഗോൾഡി പരുന്ത് എന്റെ മേൽ കുറ്റം ചുമത്തി മറ്റു പക്ഷികൾ എന്നെ എന്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. ആ ദുഷ്ടന്റെ ജോലി തന്നെ ഇതാണ്. ഒരു പ്രശ്നമില്ല. ഇനി നിനക്ക് സുഖമായി താമസിക്കാം. ഇനി നിങ്ങൾക്ക് ആരെയും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ എവിടെയാണ്
താമസിക്കുക. ആദ്യം നീ നിന്റെ വിശപ്പടക്ക്. അതും പറഞ്ഞ് 4 മാങ്ങകൾ താഴെയിട്ടു. ഹായ്, ഇത്ര വലിയ മാങ്ങകൾ! കുട്ടികൾ സന്തോഷത്തോടെ മാങ്ങ തിന്നാൻ തുടങ്ങി. അവരെ കണ്ട് മീനുവിന് സന്തോഷമായി. പിന്നെ അവളും മാമ്പഴം കഴിക്കുവാൻ തുടങ്ങി. അതിനുശേഷം അവൾ പറഞ്ഞു, നന്ദിയുണ്ട് മാവേ, ഞങ്ങൾ ഇനി പോവുകയാണ്. വേണ്ട, നിങ്ങൾ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മാമ്പഴ വീടുണ്ടാക്കി തരാം. എന്താ പറഞ്ഞത്? മാമ്പഴ വീടോ? അതെങ്ങനെ? ദാ ഇപ്പൊ കണ്ടോ? ഇതും പറഞ്ഞ് അത് മുഴുവൻ മാങ്ങയും താഴെയിട്ടു. പിന്നെ ആ മാമ്പഴത്തിന്റെ വീടുണ്ടാക്കി. ഹായ്, ഇത് എത്ര സുന്ദരമായ വീടാണ്. അമ്മേ, നമ്മൾ അതിൽ കയറിക്കോട്ടെ? എന്തുകൊണ്ടില്ല കുട്ടികളെ, നിങ്ങളും മീനുവും ഇതിൽ സുഖമായി താമസിച്ചോളൂ. ഇത് കേട്ട് കുട്ടികൾക്ക് സന്തോഷമായി. പിന്നെ മീനുവിന്റെ കൂടെ അവർ വീട്ടിനുള്ളിലേക്ക് പോയി. വീട്ടിലിരിക്കാൻ മാങ്ങയുടെ കസേരകൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിനുള്ളിൽ നിന്ന് ഒരു ജനലിലൂടെ പുറത്തുള്ള കാഴ്ചയും കാണാമായിരുന്നു. മരവും കാണാമായിരുന്നു. നിങ്ങൾ വളരെ നല്ലവനാണ്. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. മാവ് വളരെ സന്തോഷത്തോടെ ചിരിച്ചു. അപ്പുറത്തെ കാട്ടിലെ കുറച്ചു പക്ഷികൾ വളരെ പരിഭ്രമത്തിലായിരുന്നു. കാട്ടിൽ വെള്ളപ്പൊക്കം വന്നു. എല്ലാവരുടെയും വീടുകൾ തകർന്നിരുന്നു. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. അത് നോക്കൂ, മാവിന്റെ അടുത്തൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വരൂ, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോകാം. എല്ലാ പക്ഷികളും മാവിന്റെ മുകളിൽ കൂട്ടം കൂടിയിരുന്നു. നിങ്ങളെ എല്ലാവരെയും എത്ര ദിവസമായി കണ്ടിട്ട്. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. നമ്മൾ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും വരില്ലായിരുന്നു. പക്ഷെ മഴയിൽ നമ്മുടെ വീട് നശിച്ചു. അറിയില്ല എത്ര വിചിത്രമായ കാര്യമാണെന്ന്. നിന്റെ അടുത്തൊന്നും മഴയുടെ ഒരു തുള്ളി വെള്ളം പോലുമില്ല. അപ്പോഴാണ് അവരുടെ എല്ലാവരുടെയും കണ്ണുകൾ മാമ്പഴ വീട്ടിൽ പതിഞ്ഞത്. അതിന്റെ ജനാലയ്ക്കരികിൽ മീനുവും ഉണ്ടായിരുന്നു. ഓ, ഈ മീനു പക്ഷിക്ക് ഈ വീട് ഇതെവിടെന്നാ കിട്ടിയത്? ഇതൊരു മാമ്പഴ വീടാണല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങൾക്കും ഇതുപോലുള്ള ഒരു വീടുണ്ടാക്കി തരാം. പക്ഷെ അതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സോനുപ്രാവിനെ കൊന്നത് ഞാനല്ല. ഗോൾഡി പരുന്ന് എന്റെ ഒരു കൊമ്പൊടിച്ചു. അത് സോനുപ്രാവിന്റെ ദേഹത്ത് വീണു. അതിനുശേഷം അവൻ ഓടിപ്പോയി. പിന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാതെ എന്നെ അപരാധിയുമാക്കി. ഇത് കേട്ട് എല്ലാ പക്ഷികളും പരിഭ്രാന്തരായി. അവൻ ഇത്ര ദുഷ്ടനാണോ? നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരുന്നേ ഇല്ല. നിങ്ങൾ എല്ലാവരും നനഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് സുഖമായി താമസിക്കാൻ ഒരു വീടുണ്ടാക്കി തരാം. എന്താ, അതുപോലെ? ഇതും പറഞ്ഞ് മാവ് ഒരുപാട് പഴങ്ങൾ താഴേക്കിട്ടു. പിന്നെ ആ പഴങ്ങൾ കൊണ്ട് 4 മാമ്പഴ വീടുകൾ പണിതു. ഹായ്, ഈ വീട് എത്ര സുന്ദരമാണ്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ വീട് സ്വയം എങ്ങനെയുണ്ടായി? നിങ്ങൾ എല്ലാവരും എന്റെ അടുത്തേക്ക് വരുന്നതും എന്റെ പഴങ്ങൾ കഴിക്കുന്നതും നിർത്തിയില്ലേ? അപ്പോൾ ഞാൻ രാവും പകലും കരയുമായിരുന്നു. അപ്പോൾ ഒരു മാലാഖ എന്റെ അടുത്ത് വന്നു. പിന്നെ അവൾ എന്റെ മാങ്ങ തിന്ന് എന്നെ അനുഗ്രഹിച്ചു. കാലാവസ്ഥ എങ്ങനെ മാറിയാലും അതെനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ലെന്ന്. പിന്നെ എനിക്ക് എപ്പോൾ വിചാരിച്ചാലും എന്റെ മാമ്പഴത്തിന്റെ സഹായത്തോടെ കാട്ടിൽ വസിക്കുന്ന ഓരോരുത്തർക്കും സഹായം നൽകാൻ കഴിയുമെന്ന്. ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും മനസ്സിലായി. ഇനി നീ ഞങ്ങളുടെ കാട്ടിൽ നിന്നും എത്രയും വേഗം പൊയ്ക്കൊള്ളണം. ഇത് കേട്ട് മരത്തിന് സന്തോഷമായി. എല്ലാ പക്ഷികളും തങ്ങളുടെ വീടുകളിലേക്ക് പോയി. ഹായ്, എല്ലാവർക്കും വീട് വളരെ ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും ജനലിലൂടെ മഴക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ പരുന്ത് ആ വഴിയിലേക്ക് വന്നു. ഇതെന്താണ്? നിങ്ങൾ എല്ലാവരും ഈ മാവിന്റെ അടുത്താണോ ഇരിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഇവനൊരു കൊലപാതകയാണെന്ന്? ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും മനസ്സിലായി. ഇനി നീ ഞങ്ങളുടെ കാട്ടിൽ നിന്നും എത്രയും വേഗം പൊയ്ക്കൊള്ളണം. ഇത് കേട്ട് പരുന്തിന് നല്ല ദേഷ്യം വന്നു. ആ സമയം അതിന് മിന്നലേറ്റു. ഇതുമൂലം അവൻ ടപ്പേന്ന് നിലത്തേക്ക് വീണു. അപ്പോൾ മരം എല്ലാ പക്ഷികളെയും നോക്കി ഉച്ചത്തിൽ ചിരിക്കുവാൻ തുടങ്ങി.